മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഒരു CBI ഡയറി കുറിപ്പിന്റെ റീമേക്കുമായിട്ടാണ് മമ്മൂട്ടി ആദ്യമായി തമിഴ് സിനിമയിൽ എത്തുന്നത്. മൗനം സമ്മതം എന്ന ചിത്രം വിജയകരമായി പ്രദർശനം തുടരവെയാണ് മമ്മൂട്ടിക്ക് വധഭീഷണി കോൾ വന്നത്. മമ്മൂട്ടി ഇനിയും തമിഴ് സിനിമയിൽ അഭിനയിച്ചാൽ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോൾ വന്നത് കൊച്ചിൻ ഹനീഫയ്ക്കായിരുന്നു. ഇത് മമ്മൂട്ടിയോട് പറഞ്ഞു. മൗനം സമ്മതം കഴിഞ്ഞു, ഇനി മമ്മൂട്ടി തമിഴിൽ അഭിനയിച്ചാൽ അയാളെ കൊല്ലും, തമിഴ് സിനിമകൾ ചെയ്യാൻ ഇവിടെ ആളുണ്ട് എന്ന് പറഞ്ഞാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് ഫോൺ കോൾ വന്നത്. തമിഴിലായിരുന്നു വധഭീഷണി. തന്റെ സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുമായി കൊച്ചിൻ ഹനീഫ മദ്രാസിലെത്തിയപ്പോഴാണ് ഫോൺ വന്നത്. മമ്മൂട്ടി അപ്പോൾ തമിഴിൽ മറ്റൊരു ചിത്രം ചെയ്യുന്ന തിരക്കിലായിരുന്നു. വധഭീഷണി വന്ന കാര്യം പറയാൻ ഹനീഫ ഓടിപ്പിടിച്ച് മമ്മൂട്ടിയുടെ അടുത്തെത്തി. അവിടെ മമ്മൂട്ടിക്കൊപ്പം നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ പ്രിയദർശനും ഉണ്ടായിരുന്നു. മമ്മൂട്ടിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഹനീഫ തുടങ്ങിയത് മമ്മൂട്ടി പറഞ്ഞു, എന്നെ കൊല്ലും എന്നും പറഞ്ഞ് ആരോ വിളിച്ചതല്ലേ, ഇന്നലെ എനിക്കും വന്നിരുന്നു അങ്ങനെ ഒരു ഫോൺ കോൾ, ഇതൊന്നും മാത്രം നിസ്സാരമാക്കരുതെന്നും മറ്റും കൊച്ചിൻ ഹനീഫ മമ്മൂട്ടിയോട് പറഞ്ഞപ്പോൾ മെഗാസ്റ്റാർ ചിരിക്കുകയായിരുന്നു. മമ്മൂട്ടിയുടെ പൊട്ടിച്ചിരിക്കൊപ്പം പ്രിയദർശനും സുരേഷ് കുമാറും കൂടെ ചേർന്നപ്പോഴാണ് കൊച്ചിൻ ഹനീഫയ്ക്ക് കാര്യം മനസ്സിലായത്. മമ്മൂട്ടിയും സുരേഷ് കുമാറും പ്രിയദർശനും ചേർന്നാണ് കൊച്ചിൻ ഹനീഫയെ പറ്റിക്കാൻ അങ്ങനെ ഒരു വധഭീഷണി പ്ലാൻ ചെയ്തത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.